രണ്ടാം വാക്യം 6ഉം 7ഉം വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്. 7ാമത്തെ വാക്യത്തിന്റെ ഒരു സെന്റൻസ് ആണ് നമ്മൾ ഇന്നെടുത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉറപ്പ്, വിശ്വാസത്തിലുള്ള ഉറപ്പ്. അവനിൽ വേരൂനിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം. നമുക്കൊരു ഉപദേശമാണ് നമ്മുടെ കരുത്തിലിരിക്കുന്ന ഈ പുസ്തകം. ഇത് കൂടാതെ ഇതിനകത്തുള്ള വചനങ്ങൾ ഞങ്ങളെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപദേശിക്കുകയും ഈ ഉപദേശത്തിനൊത്തവണ്ണം വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറക്കണം. ആടുന്ന വേലി ചാഞ്ഞ അതിനെ പോലെ ആകരുത്. ഉറക്കണം, വിശ്വാസത്തിൽ ഉറക്കണം. ഒരു ദൈവ പൈതൽ ഉറക്കണം. ഏതു രാത്രിയും ഏതു പകലും അവനോട് ചോദിച്ചാൽ അവൻ സ്വതം എന്തിനു വേണ്ടിയാ പ്രിയ മക്കളെ സ്ഥാനപ്പെട്ടിരിക്കുന്നത്? പെന്തക്കോസ്തിൽ ചേരാനാണോ? പിന്നെ എന്തിനാ? യേശു ക്രിസ്തുവിനോട് ചേരുവാനാ. കേട്ടോ പ്രിയ മക്കളെ? പെന്തക്കോസ്ത് വിഭാഗത്തിനോടോ അല്ലെങ്കിൽ അതുമായി ബന്ധത്തിലുള്ള ഏതെങ്കിലും സഭയോടോ സംഘടനയോടോ ചേരുവാൻ വേണ്ടിയില്ല. ഏത് പാതിരാത്രിനെ തട്ടി വിളിച്ചെന്നാലും എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ രോഗങ്ങൾക്ക് വേണ്ടി, എന്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി, എന്റെ ചിന്തകൾക്ക് വേണ്ടി, സാമത്തിന് വേണ്ടി സ്ഥാനം ഏറ്റിരിക്കുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ്. അമ്മ ക്ലീൻ ഷേവും ഫുൾ സ്ലീവും വെള്ള ഷർട്ട് കറുത്ത പാന്റ് ഇടുന്ന വിഭാഗക്കാരോട് കൂടെ ചേരുവാനല്ല. അല്ല നിങ്ങൾ പറയണം മക്കളെ, ഞാൻ സ്നാനം ഏറ്റിരിക്കുന്നത് എനിക്ക് വേണ്ടി യാഗമായിട്ടുള്ള കർത്താവായി ചെയ്യല്ല. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും കേട്ടോ. അമ്മസ്വതം ആരെങ്കിലൊക്കെ വന്ന് അമ്മസ്വതം സ്നാനപ്പെട്ടോ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടരുത്. സ്നാനം പല രീതിയിലുണ്ട് കേട്ടോ. ചിലരുടെയൊക്കെ സ്നാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രാപിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത സ്നാനമാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന സ്നാനമാണ്. ആമേൻ. കൺഫ്യൂഷനായോ? സ്തോത്രം. അപ്പോസ്തല പ്രവർത്തനം 19ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഈ പൗലോസ് കുറച്ച് ആളുകളെ കണ്ടുമുട്ടുന്നുണ്ട്. ആമേൻ. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്നാനം ഏറ്റിട്ട് പരിശുദ്ധാത്മാവിനെ, അവർ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഏതായിരുന്നു സ്നാനം? യോഹന്നാന്റെ സ്നാനമായിരുന്നു. ഒന്ന് വായിക്കാം ആ വാക്യം. അമ്മ ശ്ലോകം. ആ ആ ആ ആ ആ ആ മോനെ 19 എന്ത് ചെയ്തെന്ന് പറഞ്ഞത്? മാനസാന്തര സ്നാനം കഴിപ്പിച്ച് എന്ത് ചെയ്തു? ഒരു സ്നാനം കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും സ്നാനം വെക്കുക, അല്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് സ്നാനം ഏൽക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പല രീതിയിലുള്ള സ്നാനങ്ങളുണ്ട്. കൊടിക്കീഴിലൂടെയുള്ള സ്നാനങ്ങളുണ്ട്. അമേശ്വരം യേശുവിന്റെ നാമത്തിൽ മാത്രമുള്ള സ്നാനമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനമുണ്ട്. ഇത് ഏതാണെന്ന് ഉറപ്പുവരുത്തി വെച്ച് സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണ്ടേ? വേണ്ടേ? അങ്ങനെ കർത്താവ് യേശുവിന്റെ നാമത്തില് സ്നാനമേറ്റു. വെറും യേശുവിന്റെ നാമത്തിലല്ല, ഈ കർത്താവ് എന്ന് പറയുന്നതിൽ എല്ലാം ഉണ്ട്. സ്വതം യേശു ക്രിസ്തു എന്ന് പറയുന്ന നാമത്തിലും എല്ലാം ഉണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് യേശുവിന്റെ പേരുള്ള പലരും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ. ഇന്നും ഉണ്ട്. യേശു എന്നൊക്കെ വിളിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അമേശ്വരം അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമല്ല. ഒന്നില്ലെങ്കിൽ യേശു കർത്താവ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു, അല്ലെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. നമുക്കിത് സ്വീകരിക്കാൻ ഒരു തടസ്സമില്ല. പക്ഷെ യഹൂദന്മാർക്ക് യേശു കർത്താവിനെ സ്വീകരിക്കാൻ പ്രയാസമായിരുന്നു, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷെ നമ്മൾക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരു പ്രയാസമില്ല. യഹൂദന്മാർ പ്രയാസപ്പെട്ടിരുന്നത് കൊണ്ട് അവരുടെ മധ്യത്തിൽ ക്രിസ്തു തന്നെയാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് കാണിക്കേണ്ടതിനാൽ അപ്പോസ്തലന്മാര് പരസ്പരം കർത്താവായ യേശുവിന്റെ നാമത്തിലും യേശു ക്രിസ്തുവിന്റെ നാമത്തിലും സ്നാനം കഴിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യഹൂദന്മാരല്ല, നമ്മുടെ ജാതികളാ. നമുക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഒരു തടസ്സവും ഇല്ല.
യേശു കൽപ്പിച്ച കൽപ്പനയാ. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ സ്തോത്രം 18, 19, 20 വാക്യങ്ങളിൽ യേശു പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. അത് നമ്മൾക്ക് ഏറ്റെടുക്കുന്നതിൽ തടസ്സമുണ്ടോ? നമ്മൾ ജീവിതം കൊണ്ട് യഹൂദന്മാരല്ല, അന്ന് നമ്മൾ ജാതികളാ. പിതാവിനെ സ്വീകരിക്കാം, പുത്രനെ സ്വീകരിക്കാം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം, ഒരു തടസ്സമില്ല. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടത് തുല്യമായ പദവിയാണ് 3 പേർക്കും സ്വന്തം നൽകിയിട്ടുള്ളത്. ഒരാൾ കൂടുതലോ ഒരാൾ കുറവോ ഉള്ളവനല്ല. കേട്ടോ മക്കളെ? അപ്പൊ ഇതിലൊക്കെ ഭയങ്കര വ്യത്യസ്തതകളുണ്ട്. ചില സാധനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും സ്വന്തം പരിശുദ്ധ സഞ്ചരിക്കേണ്ടി വരും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. തിരിച്ചറിഞ്ഞോളണം. ആ വിഷയത്തിൽ നിന്ന് ബോധിക്കാം. അപ്പൊ അതുകൊണ്ട് ഉപദേശം കിട്ടിയിരിക്കുന്നതിൽ വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു ഉറപ്പ് വരണം. എന്ത് പ്രതിസന്ധികളാണ് സ്വന്തം ഏത് സമയത്ത് ചോദിച്ചെന്നാലും സ്വന്തം ഞാൻ ഇന്ന വ്യക്തിത്വമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ദൈവപൈതൽ, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയാനുള്ള ഒരു ആധികാരികത, ഒരു ധൈര്യം നിനക്ക് ഉണ്ടാകണം. അങ്ങനെ ബൈബിള് കവറിനകത്ത് ഒതുക്കി പിടിച്ച് ആരും കാണണമെന്ന് കടയിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകരുത്. സ്വന്തം ചേർത്ത് വെക്കാൻ ഒരു ഉറപ്പുണ്ടായിരിക്കണം നിനക്ക്. നിന്ന വരട്ടെ പ്രിയ മക്കൾ, അത് നിന്റെ പ്രതിഫലമാണ്. പരിഹാസം വരട്ടെ, അത് നിന്റെ പ്രതിഫലമാണ്. എത്ര നിന്നെ നീ സഹിക്കേണ്ടി വന്നാലും, എത്ര പരിഹാസം ഏറ്റെടുക്കേണ്ടി വന്നാലും അവിടെ നീ ചെയ്യണം. നിനക്കൊരു പ്രതിഫലം തരും. തിരുവഴുത്തിൽ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ എന്നെ ആരുടെയെങ്കിലും മുമ്പിൽ ഏറ്റു പറഞ്ഞ് ഞാനും നിങ്ങൾ എന്ത് ചെയ്യും? ഏറ്റു. അവിടെ ഏറ്റു പറഞ്ഞു, അവിടെ ഏറ്റു പറയും, ഇവിടെ ഏറ്റു പറഞ്ഞു, ഇവിടെ ഏറ്റു പറയും. പൈസലോ ധൈര്യം വേണം. ആംബിയർ പരിശുദ്ധാത്മാവ് വരുമ്പോ ഒരു കാര്യം ഉണ്ടാകും. എന്തുണ്ടാകുന്ന ധൈര്യം ഉണ്ടാകും. ആമേൻ. ആത്മാവ് വരുമ്പോ സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. ധൈര്യമുണ്ടപ്പ. പത്രോസൊക്കെ പേടിച്ച് സ്വന്തം ഒരു ഭാഗത്ത് ഒതുങ്ങി മുറിക്കകത്ത് അടച്ചിരിക്കുകയാ. പത്രോസ് ഞാൻ പോവുക, വടകും വലൊക്കെ എടുത്ത് ഇങ്ങനെ പോവുക. പക്ഷെ ആത്മാവ് വന്നപ്പോ 11 പേരുടെ കൂടെ അവൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. ഇവന്മാരെ കണ്ടപ്പോ ആ കാലഘട്ടത്തിലെ യഹൂദന്മാരെല്ലാം ഞെട്ടി. സ്തോത്രം. ഇവന്മാർക്ക് ഈ ധൈര്യം എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ഇവന്മാർക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? വേറെ പണം കൊണ്ടൊന്നും ധൈര്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. കേട്ടോ, പണം കൊണ്ടുള്ളത്. ചില കബഡികളൊക്കെ കണ്ടിട്ടുണ്ട്. ആള് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, അവന്റെ കയ്യിൽ 10ന്റെ പൈസക്ക് വരുമാനം ഉണ്ടാകത്തില്ല. പക്ഷെ നല്ല ആചാരഭാഗങ്ങളായ എക്സിക്യൂട്ടീവ് സ്റ്റൈലൊക്കെ വരുന്ന നല്ല ഓഫീസേഴ്സ്, നല്ല പിക്കപ്പുള്ള വ്യക്തിത്വങ്ങൾ യുവമാരി ഉറപ്പിക്കും. അതുപോലെ ഒന്നും ആയി തീരലേ കിട്ടാം. അപ്പൊ ഞാൻ പറഞ്ഞ ധൈര്യം എന്ന് പറയുന്നത് വേറെ ലെവലാ. അനുസ്വാദം ധൈര്യം എന്ന് പറയുന്നത് വേറെ ലെവലാ. അത് വേറൊരു ആത്മാവാ. പക്ഷെ പരിശുദ്ധാത്മാവ് അതിന് വരുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവ് അതിനേക്കാൾ വരുന്ന ആത്മാവാ. ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോ പറഞ്ഞില്ലേ, സ്വതന്ത്രം ഒരു അല്പം മദ്യം കഴിച്ചിട്ട് സ്വതന്ത്രം നാട് മുഴുക്കെ ഉറപ്പിച്ച് നടക്കുന്ന നിനക്ക് സ്വതം ഒരു കുട്ടി കള്ള് കുടിച്ചിട്ട് നാട് മുഴുക്കെ അവൻ ഉറപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് ഇതില്ലാത്തതുകൊണ്ട് പേടി വരുന്നു. പേടിക്കുന്നതും ഭയപ്പെടുന്നതും സ്വന്തം പല സമയങ്ങളിലൊക്കെ ഒതുങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയുമ്പോൾ ആത്മാവില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും മക്കളെ. സ്വതന്ത്രം എന്നുള്ള വിഷയം അതായിരുന്നു. ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല. സ്വതന്ത്രം ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കീരിപ്പിരുന്ന പോരാ. എന്ത് ചെയ്യണം? ആത്മശക്തി പ്രാപിക്കും, കൃപ പ്രാപിക്കണം. ഇത് പൈസ കൊടുത്താലും കിട്ടുന്നതല്ല. അവൻ തന്നെ ചിന്തിച്ച്, അവൻ തന്നെ സ്വതവേ സമർപ്പിച്ച്, അവൻ ദൈവസ്ഥലേക്ക് ഒരുങ്ങി വരുമ്പോ അവൻ ദൈവത്തിന്റെ ഇഷ്ടം തോന്നണം. തനിക്ക് നമ്മളിൽ വസിക്കാൻ ഇഷ്ടം തോന്നണ്ടേ? നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ ഇഷ്ടം തോന്നണ്ടേ? അതിനുള്ള ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. സംസാരത്തിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തകളിലോ എവിടെയെങ്കിലും
ഈ ആത്മാവിനെ വസിക്കാൻ കഴിയാത്ത എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റേണ്ടത് മാറ്റണം, പിടിക്കേണ്ടത് പിടിക്കണം. പ്രാർത്ഥന കുറവാണെങ്കിൽ തിരിച്ചു പിടിക്കണം, ആരാധന കുറവാണെങ്കിൽ തിരിച്ചു പിടിക്കണം, ഉപവാസത്തിന്റെ കുറവാണ് തിരിച്ചു പിടിക്കണം. ഇനി ബൈബിളുമായിട്ട് യാതൊരു ബന്ധമില്ല. ചർച്ചയിൽ കഴിയുമ്പോൾ അത്ര സങ്കീർത്തനം വായിക്കുന്ന അവൻ നിലവാരത്തിൽ ലിസ്റ്റിൽ കിടക്കുന്ന വ്യക്തിത്വമാണെന്ന് മാറ്റണം. ദൈവവചനവുമായിട്ട് ഇരിക്കണം കുഞ്ഞുമക്കളെ. ഇനി വായിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്ന ഒരുവനോട് അവൻ സ്വന്തം നീ പറയണം, എനിക്കൊന്നത് വായിച്ചു തരണം. ഇന്ന് എന്തെല്ലാം സിസ്റ്റങ്ങളുണ്ട്. മൊബൈൽ ഫോണിനകത്ത് തന്നെ ഓഡിയോ ബൈബിളുകൾ വരെയുണ്ട്. അവൻ സ്വന്തം ഓഡിയോ ബൈബിള് നമ്മൾ വായിക്കേണ്ട, അതൊന്ന് നെക്കിക്കഴിഞ്ഞാൽ അവൻ സ്വന്തം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അവന്റെ കാതുകൾ കേൾക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും അവൻ സ്വന്തം മറ്റു പല സ്ഥലങ്ങളിലേക്ക് കയറി പോകുന്നു. ബൈബിള് വായിക്കും, അത് നിന്റെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമായിരിക്കും. വചനവുമായിട്ട് ദൈവപാതവിടം ഇരിക്കും. പ്രതിമ അതിന്റെ ഭയം മാറും, ആത്മാവ് അകത്തവർക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. പല കാര്യങ്ങളിൽ ഇടപെടല്ലേ. ആമേൻ. നീ വളരണം, ആത്മീകമായിട്ട് നീ വർദ്ധിക്കണം, അവൻ വിശ്വാസത്തിൽ ഉറക്കണം. ഈ ദിവസങ്ങളിൽ ഉറപ്പുണ്ടാകട്ടെ പ്രിയമക്കളെ. ജീവിക്കുന്നത് ക്രിസ്തുവും ലാഭവും എന്ന് പറയത്തക്ക വിധം ഇന്ന് നമ്മൾ പറയുന്നുണ്ടത്. ഇന്ന് പക്ഷെ ആത്മാവ് വരുമ്പോ പറയുന്നത് വേറെ രീതിയിലാണ്. ശക്തി ഇന്ന് നമ്മൾ പറയും, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ പറയും, വായിച്ചിട്ട് നിങ്ങൾ പറയും. പക്ഷെ ആത്മാവ് വരുമ്പോ അതിന്റെ പറഞ്ഞു സ്വർഗത്തിലെ കേൾക്കുന്നവനെ മനസ്സിലാകും. അവൻ വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറക്കണം. ആ വിശ്വാസം ഉറക്കുമ്പോൾ പ്രമാണത്തിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഇടം പോലെ തിരിയത്തില്ല. നമ്മൾ അങ്ങനെ രാവിലെ ഒരു വാക്യം വായിച്ചായിരുന്നു. ഏതാ? ആവർത്തന പുസ്തകം എത്ര അധ്യായം? 28 അധ്യായം 1-2 വാക്യം. ആവർത്തന പുസ്തകം ഒന്നുകൂടി എടുക്കുകയാ. രാവിലെ എടുത്ത സെന്റൻസ് ഒന്നുകൂടി എടുക്കുകയാ. അമ്മ സ്വതം അമ്മേ ആവർത്തന പുസ്തകം 28 അധ്യായം 1-2 വാക്യം കേട്ട് അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്ന നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജനതകൾക്കും മീതെ ഉന്നതമാണ്, താഴെ മീതെ ഉന്നതമാണ്. സാഹചര്യങ്ങൾ ഏറ്റവും പ്രതികൂലമായതാൽ വചനം അങ്ങനെ തന്നെ സംഭവിക്കും. മീതെ ഉന്നതമാണ്. നിങ്ങൾക്കൊന്ന് 10 ദിവസം ഒന്ന് നാവുകൊണ്ട് പറയാമോ? എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ ദൈവം എന്നെ ഉയർത്തും, എന്റെ ദൈവം മക്കളെ അമ്മ എപ്പോഴും ശുദ്ധികൾ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിച്ച എന്റെ അതിഥികളെ വിശാലമാക്കണം. നീ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ വേണം എന്നെ കാക്കേണ്ടവേ. സ്വർഗത്തിലെ ദൈവം അങ്ങനെ തന്നെ ചെയ്തെന്ന് പറയുന്നത്. വിശ്വാസത്തോടു കൂടെ ചിലതൊന്ന് പ്രഖ്യാപിക്കും. പരിശുദ്ധാത്മാവ് അതിന്റെ മധ്യത്തിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ കൈകാര്യം. അവൻ സ്വന്തം ഇവിടെ കാണാൻ സാധിക്കുന്നത് അവൻ സ്വന്തം കൽപ്പന, അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ചു നടന്ന നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവജാതികൾക്കും ഇത് ഉന്നതമാണ്. അവൻ ചെറിയൊരു കാര്യമല്ല. രാവിലെ നമ്മൾ കേട്ടു അമിസ്വതം അടുത്ത സ്റ്റെപ്പില് അതിന്റെ വാക്യത്തിന്റെ അവസാനം പറയുന്നത് ശത്രുക്കളുടെയും മേശത്തിന്റെയും അഭ്യന്തരങ്ങളുടെയും ദൈവം. ഈ ദൈവത്തെ കുറിച്ച് ആരും മോശം പറഞ്ഞു പോകരുത്. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. എസ്തറിന്റെ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. എസ്തറിന് ഈ പ്രമാണം ലഭിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവത്തെ മാത്രമേ നമസ്കരിക്കത്തുള്ളൂ. ആമേശ്വരം 3-ാം അധ്യായം 1-ാമത്തെ ഭാഗം. ആമേശ്വരം എസ്തറിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ ഭാഗം. ഉണ്ടായിരുന്നു. രാജകൽപ്പനയാണ്. രാജകൽപ്പനയായതുകൊണ്ടും ചൂള അത്യന്തം വർദ്ധിച്ചിരുന്നത് കൊണ്ടും രാവിലെ നമ്മൾ ചിന്തിച്ചു. രാജകൽപ്പനയായിരുന്നു രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കണമെന്ന്. മറ്റൊരു രാജകൽപ്പന ഇവിടെ കിടക്കുന്നത് ഹാമാനെ എല്ലാവരും എന്ത് ചെയ്യണം?
നമസ്കരിക്കണം. മൊർദെഖായി കിട്ടത്തില്ല, മൊർദെഖായി കിട്ടത്തില്ല. അമ്മ സ്വതം ആമേ മൊർദെഖായി അവൻ എന്ത് ചെയ്തില്ല? നമസ്കരിച്ചില്ല. രാജകൽപ്പനയാണ് ഇവനെന്ത് ചെയ്യണം? നമസ്കരിക്കണം. മൊർദെഖായി പറഞ്ഞു ഞാൻ നമസ്കരിക്കത്തില്ല. ആമേ പല ദിവസവും നോക്കി ഇവൻ കയറി പോകുന്ന സമയത്ത് ഇവനെ നമസ്കരിക്കുമോ എന്നുള്ളത്. ആമേ സ്വതം ഹാമാനെ മൊർദെഖായി നമസ്കരിച്ചേ ഇല്ല. ആമേ മരിക്കണമെങ്കിൽ മരിക്കട്ടെ, ഇവനും പ്രവാസിയും ഇവനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. ആമേ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എന്നാൽ ശൂശൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ശിമെയുടെ മകനായ യായീനിന്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള യഹൂദനുണ്ടായിരുന്നു. അടുത്തത് ബാബേൽ രാജാവായ നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവായ ആമേ യെഖൊന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. പിടിച്ചുകൊണ്ടുവന്നിരിക്കുക. സ്വന്തം രാജ്യമൊന്നുമല്ല. ഈ പ്രവാസികളായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകൾ വിദേശത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ തല വെട്ടിക്കളയും. ആവശ്യം ഇതൊക്കെ പല രാജ്യങ്ങളിലുള്ളതാണ്. ഇതൊക്കെ ഇവനും അറിയാവുന്നതാണ്. സ്വന്തം രാജ്യത്തിലല്ല, മറ്റൊരു രാജ്യത്തിൽ പ്രവാസ ജീവിതം നയിക്കുന്ന അവൻ മൊർദെഖായിയുടെ അകത്തോത്തിന് ഉറപ്പുണ്ട്. അവൻ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ. ഹാമാന്റെ മുമ്പിൽ കുമ്പിട്ടില്ല, ഹാമാനെ നമസ്കരിച്ചില്ല. കേട്ടോ ഈ മക്കളെ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുന്നത് എന്തിനു വേണ്ടിയാ? രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ് ആമേ രക്ഷിക്കപ്പെടുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ രക്ഷിക്കും. റോമാലേഖനത്തിൽ കിടക്കുന്ന വാക്യം. അവൻ ഇങ്ങനെയാണ് രക്ഷിക്കും. എന്താണ് വായ കൊണ്ട് കർത്താവെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധ ദൈവം പറയുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ പറയുന്നത്, അങ്കർ പോലെ വിശ്വസിക്കാൻ. അവൻ സ്വന്തം മറ്റൊരു തലത്തിലേക്ക് ഈ കർത്താവിന് ഒത്തിരി ഒത്തിരി അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സ്കൂളിൽ നിന്ന് മാതാപിതാക്കൾ, പാരന്റ്സ് ഒപ്പിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ഒരു ഫോമോ അവിടുന്ന് കൊടുത്താൽ കിട്ടുമ്പോൾ അതിനകത്ത് ചോദിച്ചിട്ട് രക്ഷകർത്താവിന്റെ പേര് എഴുതും. അടുത്ത വീട്ടുകാരന്റെ പേര് എഴുതും? എഴുതോ? ഇല്ല. അപ്പന്റെ പേരെവിടെ എഴുതും? കർത്തൃത്വം ചെയ്യുവാൻ പ്രാപ്തനായവനെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്. സ്വതം ആ കൊച്ചിന്റെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ചെറിയൊരു കാര്യം, ഒരു 10 വയസ്സിന്റെ പെൻസിലാണെങ്കിൽ പോലും ചോദിക്കുന്നത് അപ്പനോട്, ചോദിക്കുന്നത് അമ്മയോട്. ആ കുഞ്ഞിന്റെ ജീവിതത്തെ കർത്തൃത്വം ചെയ്യാൻ കഴിവുള്ള സ്വതന്റെ പേരാണ് രക്ഷകർത്താവ്. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? സ്വതം അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നിനക്ക് വലിയ വിഷയം വന്നാലും ചെറിയ വിഷയം വന്നാലും മറ്റൊരുത്തന്റെ അടുക്കലേക്ക് കടന്നു പോകുന്നില്ല. അത് യേശു മാത്രമായിരിക്കണം കർത്താവ്. കർത്താവ് എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല മക്കളെ. സ്വതം മറ്റാരും നിന്നിൽ കർത്തൃത്വം ചെയ്യരുത്. മുൻകാലങ്ങളിൽ ഒത്തിരി കർത്താക്കന്മാർ നിനക്കുണ്ടാകും. സ്വതം സൂര്യനെ വെല്ലുന്ന വലിയ വെളിച്ചം സ്വതം പൗലോസിന്റെ കണ്ണിലടിച്ച കുതിരപ്പുറത്തുനിന്ന് താഴെ വീണപ്പോ പൗലോസ് ഒന്നാമത് ചോദിച്ചൊരു ചോദ്യമാ, ആരാകുന്ന കർത്താവേ നീ? ഒത്തിരി കർത്താക്കന്മാരുണ്ട്, ഒത്തിരി ദേവീദേവന്മാരുണ്ട്, പുണ്യവാളന്മാരുണ്ട്, വിശുദ്ധ മനുഷ്യരുണ്ട്. അവരെ ഒന്നും നീ കൊണ്ടു കിടക്കരുത്. യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ചാൽ അവനെ മാത്രമേ. അതുകൊണ്ട് അങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് കേട്ടോ. മുമ്പൊക്കെ പല നാമങ്ങളും നമ്മൾ വിളിച്ചപേക്ഷിച്ചവരാ, ഞാനും നിങ്ങളൊക്കെ പലരും. പക്ഷെ രക്ഷിക്കപ്പെട്ട യേശുവിനെ വിളിച്ച് മാത്രമേ എന്ത് ചെയ്യാവൂ? അപേക്ഷിക്കാവൂ. അതുകൊണ്ട് തിരുവഴുത്തിൽ പറയുന്നത്, ഒരുവനല്ലോ ദൈവം, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരുവനല്ലോ മധ്യസ്ഥൻ, നമുക്ക് എല്ലാവർക്കും വേണ്ടി മുതലയായിട്ടുള്ള ക്രിസ്തു യേശു തന്നെ. വേറൊരു മധ്യസ്ഥനില്ല കേട്ടോ, വേറൊരു മധ്യസ്ഥനില്ല, വേറൊരു ദൈവമില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും
വലിയ വിഷയം വന്നാലും ചെറിയ വിഷയം വന്നാലും, ഈ നമ്മുടെ പിള്ളേർക്ക് വലിയ വിഷയം വന്നാലും ചെറിയ വിഷയം വന്നാലും അടുത്ത വീട്ടിൽ പോയി ചോദിക്കോ? ഇല്ലെന്ന് നമ്മളോട് നിയോഗിക്കുന്നത്. ദരിദ്രനായിക്കൊള്ളട്ടെ, ധനവാനായിക്കൊള്ളട്ടെ, ഇവിടെ സമീപിക്കുന്നത് നിന്നെയല്ലേ? ഒരു പ്രശ്നം വന്ന കൈകാര്യം നീയല്ലേ? അധികാരവും സ്വന്തം എല്ലാ തലത്തിലുള്ള നിയമത്തിന്റെ ഉറപ്പും വച്ചിരിക്കുന്ന നിന്നിലല്ലേ? അതെ, ഇവിടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ സ്വന്തം ആ കുഞ്ഞിന്റെ ഇനീഷ്യൽ ഇടുന്നത് നമ്മുടെ ഇനീഷ്യൽ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയി കഴിഞ്ഞപ്പോ ഇനീഷ്യൽ ആരുടെ വന്നു? ആ ക്രിസ്തുവിന്റെ ഇനീഷ്യൽ നീ അറിയപ്പെടുന്നത്. ആമേൻ. പേര് മാറും. നീ ഏത് വിധത്തിലൂടെ കിടന്നു പുറത്തുള്ള ആളുകളാണെങ്കിൽ പോലും പറയും അതെ പ്രാർത്ഥനക്കാരൻ പോകും. പേര് മാറുമെന്ന്, നിലവാരം മാറും. നീ ആ അഡ്രസ്സിലായി തീരുക. അതിന്റെ അർത്ഥമാണ് നിന്റെ അഡ്രസ്സ് മാറിയിട്ടുണ്ട്, നിന്റെ നിലവാരം മാറിയിട്ടുണ്ട്. അവിടെ ജാതി നിലവാരങ്ങളൊന്നുമല്ല കൂട്ടുന്നത്. പ്രാർത്ഥനക്കാരായിട്ട് മറ്റൊന്നില്ലേ, കാറ്റഗറി മാറി, നിലവാരം മാറി. കാരണം നിന്റെ ഇനീഷ്യൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇനീഷ്യലാക്കി മാറ്റുകയാണ്. അതെ, ആദത്തിന്റെ ഇനീഷ്യൽ ആരായിരുന്നു? ദൈവമാ. മക്കളെ, ഇവിടെ അമസ്വതം ഇവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആരെ? അമസ്വതം ഈ മൊർദെഖായി പ്രവാസിയായിട്ട് ജീവിക്കുക, മറ്റൊരു രാജ്യത്തില. അവന് ആ രാജ്യത്തിന്റെ നിയമങ്ങളെല്ലാം അറിയാം. അവന്റെ മുമ്പിൽ ഒരു വിഷയം വരികയും അമസ്വത ഹാമാൻ ഇവനെ എല്ലാവരും എന്ത് ചെയ്യണം? കുമ്പിടണം. ഇവന്റെ മുമ്പിൽ ആ പ്രതിസന്ധി വന്നിരിക്കുകയാണ്. അമസ്വതം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അമസ്വതം ഇവനെ മൊർദെഖായി കുമ്പിടുന്നില്ല. അവന് രോഷം വന്നു, അവന് കോപം വന്നു. പല നിലവാരത്തിൽ ഇവനോട് ഇടപെടാൻ തുടങ്ങി. ഇവനെ യഹൂദനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവനെ മാത്രം ദ്രോഹിക്കുന്നത് ചെറിയൊരു കാര്യമായി തോന്നിയതുകൊണ്ട് യഹൂദ വംശത്തിലുള്ള സകല വ്യക്തിത്വങ്ങളെ ഉപദ്രവിക്കുവാൻ ഹാമാൻ ഞാൻ പദ്ധതി ഒരിക്കലേ. കേട്ടോ കുഞ്ഞുമക്കളെ, നമ്മളിലും അങ്ങനെയുള്ള ചില അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ള ആൾക്ക് ഒരു പ്രശ്നം നേരിടുന്ന മൊത്തത്തിൽ ബാധിക്കും, ഇല്ലേ? ബാധിക്കും. അസാരം പുളിമാവ് കണ്ടത്തെ മുഴുവൻ പുളി. യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത് യേശുവിൽ വിശ്വസിച്ചിരുന്ന എല്ലാവരും ചിതറിപ്പോയി. ബാധിച്ചു, എല്ലാത്തിനെയും ബാധിച്ചു. സ്വതം പൗലോസിന്റെ സ്വതം പ്രയാണകാലം ഈ വിഭാഗത്തിൽപ്പെടുന്ന ആരെങ്കിലും പിടിച്ചു കളയണം. ഒറ്റെണ്ണത്തിനെ കണ്ട വെറുതെ വിടത്തില്ല. സുവിശേഷം പറഞ്ഞത് ഒരാളായിരിക്കാം, പക്ഷെ ആ വിഭാഗത്തിൽപ്പെടുന്ന എല്ലാത്തിനെയും പിടിച്ച് തകർത്ത് കളയാനുള്ള അധികാരപത്രവുമായിട്ടാണ് പൗലോസ് പലായനം ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നത് കണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് പ്രിയമക്കളെ പലപ്പോഴും ശക്തമായിട്ട് ഞങ്ങളൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത്, ആരും തെറ്റ് ചെയ്യല്ലേ, ആരും തിന്മ ചെയ്യല്ലേ, ആരും കോപിക്കല്ലേ. നിങ്ങളെ നോക്കിയിട്ട് ജാതിയ വ്യക്തിയെ ഒരു വ്യക്തി നിങ്ങളെ നോക്കിയിട്ട് ദോഷം പറയാൻ ഇടയുണ്ടാക്കല്ലേ. എല്ലാവരെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. ആമേൻ. ഞാൻ മടങ്ങുക. അപ്പോ ഇവനെ മാത്രം ഉപദ്രവിക്കുന്നത് ഹാമാന് ഒരു കുറച്ചിലായി തോന്നിയതുകൊണ്ട് യഹൂദന്മാരെ മൊത്തം ഉപദ്രവിക്കാനുള്ള പദ്ധതി. ഉപദ്രവിക്കാനല്ല, കൊന്നു കളയാം. പ്ലാനുകൾ, പദ്ധതികൾ ഇട്ടിരിക്കുകയാണ്. അന്ന് രാത്രിയില് രാജാവിന് ഉറക്കം വരുന്നില്ല. ഈ പുസ്തകത്തിൽ അപൂർവമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. സ്തോത്രം. യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പിടിച്ചിരിക്കുന്ന അന്ന് രാത്രി അധികാരിയുടെ ഭാര്യയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഉറക്കം വരുന്നില്ല. ആ നീതിമാന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്? ഇടപെടരുത്. എനിക്ക് തന്നെ രാത്രി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഉറങ്ങാൻ പറ്റുന്നില്ല. കേട്ടോ പ്രിയമക്കളെ, ഉറക്കമൊക്കെ തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാണ്. അത് ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിൽ വിഭാഗം നോക്കിയിട്ടല്ല. മഞ്ഞും മഴയും വെയിലും തണലും എല്ലാം വരുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയയാണ്. അന്ന് രാത്രിയില് സ്തോത്രം രാജാവിന് ഉറക്കം വരുന്നില്ല. സ്തോത്രം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോ കാണാൻ സാധിക്കുന്നത് തന്റെ ഭാര്യയായിരിക്കുന്ന സേരശ്, ആരുടെ? ഹാമാന്റെ ഭാര്യയായിരിക്കുന്ന സേരശ് സ്വതം കൂടെയുള്ള ആളുകൾക്ക് ഇവനെ നല്ലൊരു നിർദ്ദേശം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? മൊർദെഖായി നമുക്ക് എന്ത് ചെയ്യാം? തൂക്കിക്കളയാം. ഒരു കഴിവരം ഉണ്ടാക്കട്ടെ. 50 മുഴം മുകളിലും. എത്ര നല്ല ഭാര്യ അല്ലേ? ഇതുപോലത്തെ ഭാര്യമാരെ ആർക്ക് കിട്ടും? ഭർത്താവിനേക്കാൾ വെല്ലുന്ന സ്വതന്ത്രം ഹൃദയ കാഠിന്യമുള്ള ഭാര്യ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചില സഹോദരന്മാരൊക്കെ ഉണ്ട്. സഹോദരന്മാരല്ല, ജാതി വിഭാഗത്തിൽപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കൊടുക്കുന്ന ഭാര്യമാരും അതുപോലെ തന്നെ
വല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കി തല്ലും കൊണ്ട് വീട്ടിലേക്ക് വന്നു അവർ വീട്ടിൽ കയറ്റത് പോയി എന്ത് ചെയ്യാൻ പറയും? തല്ലും കൊണ്ട് വന്നിട്ട് പോയി ചിലപ്പോ തിരിച്ചു ചിലപ്പോ ആൾ വരത്തില്ല. ആമേൻ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് കുഴപ്പമില്ല, അവരങ്ങനെ ചെയ്യട്ടെ. നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ഭാര്യമാരും ഉണ്ട് കേട്ടോ. രണ്ട് വിധത്തിലുള്ള ആളുകളുണ്ട്. ഇവള് മറ്റൊരു കാറ്റഗറി പെടുന്നതാണ്. ആര്? ഈ സേരശ്. അവൻ സോദരം ഭർത്താവ് ഞങ്ങൾ ഇത് കൂട്ടിക്കൊടുക്കുകയാ, എഴുതിയില് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പറയില്ലേ, എണ്ണ ഒഴിച്ചു കൊടുക്കുക. 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. ആ ആ എത്ര മുഴം? 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ. മൊർദെഖായി അതിന്റെ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ രാജാവിനോട് അപേക്ഷിക്കണം. സ്വന്തം ഒരു കഴുമരം ഉണ്ടാക്കിക്കാൻ പറ്റും. ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞ ചെറിയൊരു സംഭവമല്ല, നിങ്ങളല്ലല്ലോ. ആമേ സ്വതന്ത്രം, നിങ്ങളല്ല. മറ്റു വിഭാഗത്തിൽപ്പെടുന്ന ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇസബേലിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ ഇവളും ഇതുപോലത്തെ ഒരു സംഭവമാണ്. ഭർത്താവിനെ ആശ്വസിപ്പിച്ചു, ധൈര്യമായിട്ടിരുന്നു. മുന്തിരിത്തോട്ടല്ലേ, ചീരത്തോട്ടമാക്കാൻ ഞാൻ വിളിച്ചെന്ന് 10 പൈസ എന്ത് ചെയ്യണ്ട, മുടക്കണ്ട, സംഭവം ഞാൻ റെഡിയാക്കിട്ടെ. ആമേശ്വരം അവളത് ചെയ്തു കൊടുത്തു. ഇവിടെ ഒരു വാക്ക് പറഞ്ഞപ്പോ ഭർത്താവിന് സന്തോഷമായി. കാരണം അവൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആമേശ്വരം ഇതുപോലെ ആമേശ്വര സേരശ് ഇവനോട് പറയുകയാ, ഉണ്ടാക്കുകയാ. ഇവള് തന്നെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ മറ്റൊരു ഭാഗത്ത്. ഇവള് തന്നെ തിരിച്ചും പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത്. അത് 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. ഒന്ന് വായിച്ച്. 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അതൊക്കെ അതിന്റെ ഇടയിൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ടോ? തനിക്ക് സംഭവിച്ചതൊക്കെയും ആമാൻ ഇവളെല്ലാം പറഞ്ഞ 50 മുഴം ഉയരമുള്ള കഴുമരുണ്ടാക്കിക്കിട്ടെ എന്ന് ഇപ്പൊ പറയുന്നത്. നീ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വീഴാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. പിന്നെ ദേഷ്യം കുറഞ്ഞ് ആമേൻ സ്വതന്ത്രം ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കയറി വരുമ്പോഴാണ് വീണ്ടും ഇരുന്നിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആമേൻ സ്വതന്ത്രം. ഇവിടെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഞാൻ ഉണ്ടാക്കിക്കാം, നീ അത് രാജാവിനൊന്ന് ചോദിച്ച് സാങ്ഷൻ മേടിച്ചാൽ മതി, ഞാൻ ബാക്കി കാര്യം ഞങ്ങൾ. അവനൊരു പ്രശ്നം വന്ന് അവൻ താഴാൻ തുടങ്ങിയപ്പോ ഭാര്യ പറയുന്നത്, നീ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? വീഴാൻ തുടങ്ങി. അവനെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവൾ അതിന്റെ അകത്ത് തെന്നി മാറുകയാണ്. ആമേൻ സ്വന്തം. വീണെങ്കിൽ ആര് വീഴട്ടെ? അമ്മ വീഴട്ടെ, ഞാൻ അതിന് എന്ത് ചെയ്യും? രക്ഷപ്പെടാനുള്ള പദ്ധതി. പക്ഷെ ഒന്നും രക്ഷപ്പെട്ടില്ല, പെട്ടുപോയി. ആമേൻ. ഇതിനിടയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. അന്ന് കഴുമരം ഉണ്ടാക്കി വെച്ചതിന്റെ അന്ന് രാത്രിയില് രാജാവിന് എന്തില്ല? ഉറക്കമില്ല. രാജാവിന് ഉറക്കമില്ല കേട്ടോ. വേണ്ടി വന്ന അധികാരികളുടെ ഉറക്കം കിടത്തിയിട്ടാണെങ്കിൽ തന്റെ മക്കൾക്ക് തന്റെ ഭക്തന്മാരെ തൂക്കിക്കളയാൻ വേണ്ടി 50 മുഴം ഉയരമുള്ള കഴുമരം സ്വന്തം മൊർദെഖായിയുടെ ഹാമാന്റെ വീട്ടിൽ ഒതുങ്ങിയപ്പോൾ അന്ന് രാത്രിയിൽ സ്വന്തം രാജ്യം ഭരിക്കുന്ന രാജാവിന് സ്വപ്നമില്ല. തന്റെ ഭക്തന്മാരെ തൊടുന്നത് ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാ. നമ്മളൊന്നും നിസ്സാരക്കാരല്ല കേട്ടോ. നിസ്സാരക്കാരല്ല. നീ ചിന്തിക്കുക. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതലെ, നീ നിസ്സാരക്കാരനല്ല. നിനക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിന്നെ കൈവിട്ട് കളയത്തില്ല. സ്വന്തം ഇവിടെ കാണാൻ സാധിക്കുന്നത് രാജാവിന് ഉറക്കമില്ല. 6-ാം വാക്യത്തിലേക്ക് വന്നേ. 6-ാം വാക്യത്തിലേക്ക് 6-ാം അധ്യായം 6-ാം വാക്യം. 6-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചിട്ട് 6-ലേക്ക് വന്നു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ വേറെ എത്രയോ പുസ്തകങ്ങളുണ്ട്. പ്രിയവർക്ക് കൊട്ടാരത്തിലില്ലാത്ത പുസ്തകങ്ങളുണ്ടോ? പക്ഷെ രാജാവിന് വായിക്കാൻ തോന്നിയ പുസ്തകം ദിനവൃത്താന്ത പുസ്തകം. അവിടെ ഒരുത്തന്റെ പേര് കുറിച്ചിട്ടുണ്ട്.
മറഞ്ഞു കിടക്കുന്ന ഒരുത്തിന്റെ പേര് കുറിച്ചിട്ടിട്ടുണ്ട്. കേട്ടോ പ്രിയമക്കളെ, ലിസ്റ്റിൽ നിന്ന് പലരും നിന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. നിന്റെ നിയമങ്ങൾക്ക് മാറ്റം വരുത്തി നിന്നെ ദൈവം മുമ്പിൽ കൊടുക്കും. അന്ന് രാത്രിയില് ദിനവൃത്താന്ത പുസ്തകം വായിക്കുകയാ. അപ്പോൾ മുമ്പൊരിക്കൽ രാജാവിനെ ഉപദ്രവിക്കാൻ വേണ്ടി ചില പദ്ധതി ഇട്ടപ്പോൾ അതൊരുത്തൻ അറിവ് കൊടുത്തു. ആർക്ക്? രാജ്ഞിക്ക് അറിവ് കൊടുത്തു. ഏത് രാജ്ഞിക്ക്? എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ രാജ്ഞിയുടെ ചിറ്റപ്പനാണ് ആര്? മൊർദെഖായി. ഈ വാക്കുകളൊക്കെ കേട്ടോ, ചിറ്റപ്പൻ, ചിറ്റമ്മ, ഇന്ത്യയിൽ പറയുന്ന വാക്കുകളാണ്. ഇത് ഹിന്ദുദേശം എന്നാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ ഈ രാജ്യത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ നിന്നൊക്കെ പരിണമിച്ചു വന്നതാ. ഇന്നും നമ്മുടെ ഇടയിൽ ആ വാക്കുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോ ഇവളെ അറിയിച്ചു. ഇവള് മൊർദെഖായിയുടെ നാമത്തിൽ അതവിടെ കുറിച്ചു വെപ്പിച്ചു. ആരാണ് അറിവ് തന്നത്? മൊർദെഖായി. എസ്തേർ നമ്മൾ എഴുതിയില്ല, മൊർദെഖായിയുടെ നാമത്തിൽ അവിടെ കുറിച്ചു വെപ്പിച്ചു. ആ പുസ്തകം എടുത്ത് വായിക്കാൻ രാജാവിന്റെ ഹൃദയത്തോട് ദൈവാത്മാവ് തോന്നിപ്പിക്കുകയാണ്. കേട്ടോ കുഞ്ഞുമക്കളെ, ദൈവമാണ് എല്ലാത്തിനും തോന്നലും. ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, എനിക്ക് ഒരു 10 രൂപ തരാൻ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അത് ദൈവം തോന്നിപ്പിക്കണം. ഒരു തെരഞ്ഞ ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ എനിക്ക് തോന്നണമെങ്കിൽ അത് ദൈവം തോന്നിപ്പിക്കണം. ദൈവത്തിന്റെ ഇടപെടൽ കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, ശൂന്യമായി പിരിക്കുക, നമ്മൾ ഇങ്ങനെ നടന്ന് ചോദിച്ചു മേടിച്ചൊക്കെ കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യല്ലേ. നീ മുഴങ്ങാൻ മടക്ക്, നീ മുട്ടുമടക്ക്, ദൈവസ്ഥ പ്രാർത്ഥിക്കും, ദൈവമാണോ വരുത്തും. ഇങ്ങനെ നീ മേടിച്ച തിരിച്ചു കൊടുക്കണം. നീ ചോദിച്ച് മേടിച്ചാൽ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. നിനക്ക് തന്ന തിരിച്ചു കൊടുക്കണ്ട. അറിയാമോ 3 ആണ്ട് 6 മാസവും സാറാഫാത്തിന്റെ വിധവയും മകനും അവരുടെ കുടുംബക്കാരും മുഴുവനും ആഹാരം കഴിക്കുകയാണ്. അവൾ പല സ്ഥലങ്ങളിൽ നടന്നൊന്നും ചോദിച്ചില്ല, ഉള്ളത് കൊണ്ട് ഉണ്ടാക്കി കഴിച്ചു. മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന വീട്ടിനകത്തെ കയറി അവനെ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. കേട്ടോ, ചോദിക്കാൻ പോയില്ല. സ്വന്തം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ദൈവപ്രവർത്തിയാ. അതുകൊണ്ട് പ്രിയമക്കൾ തിരിച്ചറിയും, നമ്മളൊക്കെ എല്ലാവരും സാധാരണക്കാരെ. ഇതിനകത്ത് ആരും പണക്കാരായിട്ടില്ല. എല്ലാവരും സാധാരണക്കാരെ. അന്നൊന്നും വേണ്ട ആഹാരത്തിന് വേണ്ടി ഓടുന്നവരാണ്. അതിനിടയിൽ വലിയ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലൊക്കെ കടം മേടിച്ചു, അവിടുന്ന് മേടിച്ചു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിന് അറിയാം. പക്ഷെ നീ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഉറക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് വിഷയം വരുമ്പോ നീ ഒന്ന് മുഴങ്കാൽ മടക്കാൻ തയ്യാറാണോ? ദൈവപാദപീഠം ഇരുന്ന് നീ വിശ്വസിക്കുന്ന ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? പ്രതിസന്ധികൾ എത്രയുണ്ടെങ്കിലും കർത്താവേ, ഞാൻ നിന്നെ വിട്ടകന്നു പോകത്തില്ല. നീ നിന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. അനുകൂലമായി നിന്റെ കരത്തിലേക്കാണ് എന്റെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കത്തില്ലേ കുഞ്ഞുമക്കൾ? നമ്മുടെ വിഷയം ദൈവത്തോട് പറ. നീ ചോദിച്ചു വാങ്ങിക്കാൻ നിന്ന് എഴുതാൻ അമിശ്വത പരപ്പിൽ നടന്ന് ഒത്തിരി ചോദിക്കേണ്ടി വരും. അത് തിരിച്ചു കൊടുക്കണം. പക്ഷെ ദൈവത്തോട് ചോദിച്ചേ. അവന്റെ കയ്യിൽ നിക്ഷേപമുണ്ട്. അവൻ വ്യക്തികളായിട്ടും നിന്റെ വീട്ടിലായിട്ടും നിന്റെ വീട്ടിലായിട്ടും നീ പായക്കകത്തിൽ നിന്ന് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുമ്പേ നിന്റെ വീടിന്റെ കോളിംഗ് ബെൽ അമർത്തും. സ്വന്തം ഡോറ് തുറന്നു നോക്കുമ്പോ നിനക്ക് മുഖപരിചയമുള്ളവരും ഇല്ലാത്തവരെ ആയിരിക്കാം. എന്താ വന്നത്? ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു. എന്തിന്? ഈ ഒരു നന്മ നിങ്ങൾക്ക് തരാൻ. ഈ ഒരു നന്മ നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. സ്വതം കൊടുക്കാനും തിരിച്ചു കൊടുക്കാനല്ല, നിനക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. ഈ ദിവസം എത്ര പേരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്നറിയോ? എത്ര പേരുടെ അത് ഈ നന്മ കൂടത്തില്ല, കുറയത്തില്ല. കൃത്യമായി ദൈവത്തിന്റെ പ്രവൃത്തി. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. സ്വതം ഒരിക്കലും ഒരു സാക്ഷ്യം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
നോർത്ത് ഇന്ത്യയില ഒരു കൊച്ചിനെ ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും സ്വന്തം 100 രൂപ ഫീസ് കൊടുത്തില്ലെങ്കിൽ സ്വന്തം ആ കുട്ടിയെ സ്കൂളിൽ കയറ്റത്തില്ല. ചില ദിവസങ്ങളായിട്ട് സ്കൂളിലെ അധികാരികൾ പറയുകയാണ് ഫീസ് ഇല്ലാതെ സ്കൂളിൽ കയറ്റത്തില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. നാളെ ഫീസുമായിട്ട് വരണം. സ്വന്തം 100 രൂപ കൊടുത്തില്ലെങ്കിൽ സ്വന്തം ക്ലാസ്സിൽ കയറ്റത്തില്ല. 100 രൂപ പോയിട്ട് ഒരു 10 പൈസ പോലും എടുക്കാൻ വകയില്ലാത്ത കുടുംബം. വീട്ടിനകത്ത് സ്വന്തം അപ്പനും മക്കളും കൂടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവദാസന്റെ കുഞ്ഞ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ മച്ചിൽ, അതായത് ഷീറ്റടിച്ചിട്ടുള്ള ഒരു വീടാ, ഇതിന്റെ മച്ചിൽ കിടന്ന് ഒരു എലി കിടന്ന് ഓടുകയും, എലി പരക്കമാനി കിടന്ന് ഓടുകയും സ്വന്തം ഇവരുടെ ശ്രദ്ധ ആ എലിയിലേക്ക് വന്നു. നോക്കുമ്പോ എലിയുടെ ചൂണ്ടില് ഒരു 100-ന്റെ നോട്ടുണ്ട്. സ്വന്തം സ്വന്തം ഒരു 100 രൂപയുമായിട്ട് എലി കിടന്ന് ഓടുകയാണ്. എവിടെ ഇട്ട് കൊടുക്കണം? ഇവര് കാണാൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അവിടെ പാത്രങ്ങളുടെ കൂട്ടത്തിലോ അടുക്കളയിലോ ഏതെങ്കിലും ഭാഗത്തോ ഇട്ട് കഴിഞ്ഞാൽ ഇവര് കാണത്തില്ല. ഇവര് കാണത്തക്ക നിലവാരത്തിൽ ശബ്ദം കേൾപ്പിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന എലിയെ കണ്ടു. അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോ 100-ന്റെ നോട്ട് എലിയുടെ ചുണ്ടിലിരിക്കുകയാണ്. ഇത് മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോ അവർ ഇതാ ദൈവം നിനക്ക് സൗമ്യയിലൊക്കെ ചെറിയ പ്രായത്തിലോ അവരുടെ അപ്പൻ വിശ്വാസത്തേക്ക് ഇറങ്ങിയ സമയത്ത് സ്വതന്ത്രം വളരെ ഞെരുക്കവും പ്രയാസമൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ഇത് എന്റെ കാതുകളിൽ കേട്ടതും ആ കൊടുത്ത വ്യക്തി എന്റെ കണ്ണാലെ കണ്ടതുമാണ്. സ്വതന്ത്രം. അപ്പോ ഇവർക്ക് ഒരു 5000 രൂപയുടെ ആവശ്യമാണ്. ഒരു 5000 രൂപയുടെ ആവശ്യമുണ്ട്. ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഷയം. സ്വതന്ത്രം ആരോട് ചോദിക്കാനാ? സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയി ദൈവവേല ചെയ്യുകയാണ്. ഒരു 5000 രൂപയുടെ ആവശ്യമുണ്ട്. സ്വന്തം ഒരു വഴിയുമില്ല. അവര് മുഴങ്ങാൻ മടക്കി. പകൽക്കാലം സ്വന്തം അതിരാവിലെ മുഴങ്ങാൻ മടക്കി പായക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്ക് ഇന്ന് 5000 രൂപ ഇവിടെ കിട്ടും. സ്വന്തം ഇവിടെ കിട്ടണം. നീ നിനക്ക് തന്നെ മതിയുള്ളൂ. സ്വന്തം എന്റെ വിഷയം നീ കാണുന്നുവല്ലോ. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്വന്തം പ്രാർത്ഥന 1 മണിക്കൂർ കഴിഞ്ഞ്, 2 മണിക്കൂർ കഴിഞ്ഞ്, 2.5 മണിക്കൂർ കഴിഞ്ഞ്, 3 മണിക്കൂർ കഴിഞ്ഞു. അവിടെ ഇരിക്കുകയാണ് ഒരു മനുഷ്യൻ. സ്വതന്ത്രം ഇവരുടെ വീടിനെ ബാധിക്കണം. സ്വതന്ത്രം വിളിച്ചു. സ്വതന്ത്രം അകത്ത് കയറി. തന്നോട് സ്വതന്ത്രം ഈ അപ്പച്ചൻ ചോദിച്ചു, എന്താ ജോലിക്ക് പോയില്ലേ? ജോലിക്ക് പോയതാ. പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ജോലിക്ക് നിന്നില്ല. സ്വതന്ത്രം ബിസിനസ്സുകാരനാണ്. സ്വതന്ത്രം ഇന്ന് അങ്ങോട്ട് പോയില്ല, ആ സ്ഥലത്തേക്ക് പോയില്ല. എന്താ പോകാതിരുന്നത്? ഇത് പിടിച്ച് സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. സ്വതന്ത്രം ഇതെന്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോഴേ ദൈവാത്മാ പറയാൻ തുടങ്ങി, ഇത് കൊടുക്കാൻ. വരുമ്പോ കൊടുക്കാതെ എന്ന് കരുതിക്കൊണ്ട് ജോലിസ്ഥലത്തേക്ക് പോയതാണ്. പക്ഷെ സ്വതന്ത്രം വരുമ്പോ കൊടുക്കാൻ പറ്റാത്ത നിലപാടിൽ നിർബന്ധം. എനിക്ക് അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. സ്വതന്ത്രം എനിക്ക് സ്വസ്ഥത വരുന്നില്ല. ഇത് പിടിച്ച് കയ്യിലേക്ക് കൊടുത്ത് എണ്ണി നോക്കുമ്പോ 5000 രൂപയുടെ ആവശ്യം. 5000 രൂപ. അത് വേറെ കൊടുത്തില്ല. അത് ഇവിടെ വേണം കാര്യം പ്രിയം മക്കളെ. സ്വതന്ത്രം ചിലർക്ക് ചോദിക്കും, നിങ്ങളുടെ ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ? അങ്ങനെ ദൈവത്തിന് അസാധ്യമായിട്ട് വല്ലതും ഉണ്ടോ? നമ്മൾ ദൈവത്തെ കുറഞ്ഞ് കാണല്ലേ പ്രിയ മക്കളെ. അവൻ വെള്ളം കിട്ടാത്ത മരുഭൂമിയാ പ്രിയ മക്കളെ. വെള്ളം കിട്ടാത്ത മരുഭൂമിയാ. കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊടി പറക്കുന്ന സാഹചര്യം അല്ലാതെ ഒരു തരിമ്പ് പോലും നനവ് കാണുന്നില്ല. അവിടെയാണ് പ്രവാചകൻ വിളിച്ചു, നിങ്ങൾ വെട്ടുപോയി. കാറ്റ് കാണത്തില്ല, മഴ ഉണ്ടാകത്തില്ല, താഴ്വരയിൽ വെള്ളം കൊണ്ട്
വിശ്വസിക്കപ്പെടും മക്കളെ. അത് വിശ്വാസം പറഞ്ഞു. നിങ്ങൾ ആരെയാ സേവിക്കുന്നത്? കല്ലിനെയും മണ്ണിനെയും മരത്തിനെ അല്ലല്ലേ, ജീവനുള്ള ദൈവത്തെ അല്ലേ. നിന്റെ ഹൃദയത്തിലെ വേദനകൾ അവന് കാണാൻ കഴിയുന്നുണ്ട്. നിനക്കൊന്ന് ഇരിക്കാൻ പറ്റുമോ? ദൈവം എനിക്കിത് വേണം, എനിക്കിത് തരാൻ കഴിയാത്ത നിലപാടിൽ എന്റെ ജീവിതത്തിൽ കിടക്കുന്ന കുറവുകൾ എന്താ, നീ എനിക്കൊന്ന് ബോധ്യപ്പെടുത്ത, ഞാനത് ഏറ്റുപറയണം. ഒന്ന് ചോദിച്ചിട്ട് ദൈവത്തിൽ ഇരിക്കപ്പെടും. ചോദിക്കുന്നത് കൃത്യത, കൂടിപ്പോകത്തില്ല, കുറഞ്ഞു പോകത്തില്ല, കറക്റ്റ്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രികാലം ആരാധിക്കുന്നത്. അവൻ വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറക്കണം. നമ്മുടെ വിഷയത്തിലേക്ക് എത്തിയില്ല, സമയം കുറച്ച് ആക്കിക്കൊണ്ടിരിക്കുക. പ്രീസലോ ആകെ മക്കളെ, അവൻ ഇവിടെ കാണാൻ സാധിക്കുന്നു. അന്ന് രാത്രി രാജാവ് എന്തില്ല, ഉറക്കമില്ലെന്ന്. അവർ രാജാവിന് ഉറക്കം നഷ്ടപ്പെട്ടു. കാരണം ഒരു ദൈവ കൃത്യത തൂക്കാൻ ഒരു വീട്ടിൽ കടുമരം ഒരുക്കിയിരിക്കുക കേട്ടോ. അവൻ സ്വതം നിസ്സാരക്കാരനാണോ? മൊർദെഖായിക്ക് വലിയ ശ്രേഷ്ഠതകളൊന്നുമില്ല, അവന് പാരമ്പര്യം പറയാൻ തോന്നുമില്ല, പലതും നഷ്ടപ്പെട്ട് പ്രവാസ ജീവിതം നയിക്കുകയാണ്. പക്ഷേ അവന് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. അവന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, ഉന്നതനും ഉന്നതനും അവനും രാജ്യം ഭരിക്കുന്ന രാജാവാണെങ്കിൽ പോലും അവൻ സ്വന്തം നിന്നെ നിലനിർത്തിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. നീ തിരിച്ചറിയില്ല, നിന്റെ കഴിവുകൊണ്ടൊന്നും നിൽക്കുന്നതല്ല അല്ലേ. ഒരിക്കലും കൈപ്പത്തി ഇങ്ങനെ ഭിത്തിയിൽ എന്ത് ചെയ്തു, ഒന്ന് തെളിഞ്ഞു. എഴുതി എഴുത്ത് ഒന്ന് വായിച്ചു കേൾക്കപ്പോ അവൻ സ്വന്തം ഈ കൈ വലിപ്പിട്ട സമയത്ത് തന്നെ രാജാവിന്റെ ഉറച്ചു നിന്നിരുന്ന രാജാവ് ആരെവിടെ ചോദിച്ച അവൻ ഞെട്ടി ഉറച്ചുകൊണ്ട് വ്യക്തിത്വങ്ങൾ അടുത്ത് വരുന്നവന്റെ നട്ടെല്ലാം ചെയ്തു. നട്ടെല്ലാം അവൻ താഴ്ന്നു, ഏപ്പം ചെയ്തു, ആഴിപ്പോയി. നിൽക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ മനുഷ്യന്. എടാ എത്ര വലിയ രാജാവാണെങ്കിൽ അവൻ സ്വന്തം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കറക്റ്റ് കഴുതയെ പോലെ, കാറ്റ് കഴുതയെ പോലെ. ഇപ്പൊ കഴിക്കുന്നത് ചിക്കനൊന്നുമല്ല, ചിക്കനും മട്ടനൊക്കെ മാറ്റിയിട്ട് വെജിറ്റബിൾ ആക്കി, അതും വേവിക്കാത്ത പച്ച. അമ്മ എന്താ പച്ചപ്പുല്ലും കിട്ടുന്ന കാടും കഴിച്ചു ചിരിക്കുക ആര്? രാജാവ്. ഇതാ ദൈവം കേട്ടോ. മക്കളെ, പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. നല്ല ആഹാരം തരുന്നുണ്ടോ? അതാ ദൈവം കേട്ടോ. കഴിക്കുന്ന നല്ലത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന്റെ കരുതൽ. ഒരു നേരത്തെ കഞ്ഞിയാണെങ്കിൽ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നുണ്ടോ? അത് അനുഗ്രഹമാണ്. ചില വീടുകളിലൊക്കെ അന്ന് സാമ്പത്തിക ശേഷി എല്ലാം ഉണ്ടാകും, നന്മയുണ്ടാകും, ഉണ്ടാക്കുന്ന ആഹാരത്തിന് രുചി ഉണ്ടാകും. രുചികരമായി ഭക്ഷണം കഴിക്കുന്ന കൃപയാണ്, കൃപയാണ്. അയ്യോ ഭയങ്കര അനുഗ്രഹമാണ്. എന്റെ അമ്മക്ക് സ്വതക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് പാചകം ചെയ്യും. അന്നത്തെ രുചി ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഭാര്യമാരും ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ സഹോദരന്മാരും ഉണ്ട്. അവരോട് ചോദിച്ചു നോക്കി പറയും, അമ്മ ഉണ്ടാക്കിയ ആഹാരം. ചെറുപ്രായത്തിൽ തന്നെ നല്ല ആഹാരം കഴിച്ച വളർന്നത്. ഉള്ളത് നല്ലത്, ഉള്ളത് നല്ലതാണ്, ടേസ്റ്റ് ഉള്ളത്. അമ്മ ഒന്നും മാറ്റി വെക്കാനിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാക്കുന്ന കറിച്ചട്ടിയിലിട്ടൊക്കെ പേരട്ടി ഞങ്ങൾ കഴിക്കും. അമ്മേ സ്തോത്രം. അമ്മേ അരക്കുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിട്ടൊക്കെ ഞങ്ങള് ചോറൊക്കെ അമ്മ പെരട്ടി കഴിക്കും. നാണമില്ല ഇപ്പോഴും പറയാം, രുചിയാ. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നിന്റെ മാവ് കുഴക്കുന്ന തൊട്ടി കലം എന്ത് ചെയ്യും? ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആവശ്യം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ആവശ്യം എന്തെങ്കിലും പോരായ്മകൾ ഇന്നും പറഞ്ഞ് നിങ്ങളെ മാനസികമായി ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥിക്കാൻ നോക്കുകയാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ പോരായ്മകൾ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയം ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ദൈവം അത് മാറ്റാൻ പോകുകയാണ്. എന്ന് കരുതിക്കൊണ്ട് ഞങ്ങളുടെ ഭാര്യമാരൊന്നും നല്ല ആഹാരം ഉണ്ടാക്കി ഏറ്റവും നല്ലതാണ്. ഞാൻ 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ കയറി കഴിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ മേൽത്തരമായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല.
അതുകൊണ്ട് സ്തോത്രം എവിടെയെങ്കിലും ശുശ്രൂഷക്ക് പോയിട്ട് ഒരു വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. ഹോട്ടലിൽ കയറി കഴിക്കാൻ തോന്നത്തില്ല. സ്തോത്രം പിന്നെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ വിശപ്പിക്കുന്നില്ലാന്ന് കരുതിക്കൊണ്ട് ചിലപ്പോൾ കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കത്തുള്ളൂ. അത് രുചിയാണെന്നേ. പുറത്തുനിന്ന് കഴിക്കുന്നതിന് രുചി ഉണ്ട്, അകത്തുനിന്ന് കഴിക്കുന്നതിന് രുചി ഇല്ല എന്ന് തോന്നിക്കുന്ന ആരെങ്കിലും ഞാൻ രുചിയില്ലെന്ന് പറയുന്ന ഭർത്താവിനോട് പറയണം, എന്റെ തലയെ കഴിച്ചൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. സഹോദരിമാരെ, അതാ പോകും വഴി. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എന്നും കുറ്റം പറയുന്ന ആളാണ് നിങ്ങൾ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം രുചികരമായി തീരാം. നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തലയൊന്ന് വെച്ചു കൊടുത്തു, പ്രാർത്ഥിക്കില്ല. അത് പറയുന്നതല്ല, അത് രുചികരമായി. മാവ് ഉഴക്കുന്ന തൊട്ടിക്കലം അനുഗ്രഹിക്കപ്പെടും. പ്രിയ മക്കളെ, ആമേശ്വരം ഉണ്ടാക്കുന്ന രുചി ഉണ്ടാകട്ടെ. രുചി വരുത്തുന്നതെല്ലാം സ്വർഗത്തിൽ ദൈവത്തിന്റെ കരമാണ്. അപ്പോ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ രുചികരമായ ഒപ്പ് പോലും മര്യാദ അറിയത്തില്ലായിരുന്നു. ഒപ്പ് എന്റെ അമ്മയുടെ ഒപ്പ് കുരിശ വട്ടം വരക്കും, കുരിശിട്ടിട്ട് വട്ടം വരക്കും. ആയിരിക്കാം സ്വരം ഇടാൻ പറ്റാത്തത്? അപ്പൻ ഇടുന്നത് എസ് ആയിരുന്നു അപ്പൻ മരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഗായമായിട്ട് തോന്നത്തുള്ളൂ. ഇതെല്ലാം ഞങ്ങൾക്ക് കാണാൻ പാടില്ല. പ്രോഗ്രസ് കാർഡിൽ ഞങ്ങൾ തന്നെ ഓപ്പൊക്കെ ഇട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഓപ്പൺ ഡേ വെച്ചിട്ട് പാരന്റ്സ് ചെല്ലണം. അന്ന് ഓപ്പൺ ഡേ ഒന്നുമില്ല. സ്തോത്രം പ്രോഗ്രസ് കാർഡ് തന്നെടുക്കും. ഇതുപോലെ തന്നെ കൃത്യമായിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കും. സ്തോത്രം ഇതെല്ലാം കാണാപ്പാടമാണ്. സ്തോത്രം അതല്ല ഞാൻ പറയുന്നത്. അവർക്ക് എഴുത്തും വായന അറിയത്തില്ല. സ്തോത്രം നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല മക്കളെ വളർത്താൻ അറിയാമായി. ഇന്നത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയത്തില്ല. സ്തോത്രം എന്റെ വിഷയം എങ്ങനെ നിൽക്കും ഞാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ നിർത്തിയേക്കാം. സ്തോത്രം ഇന്നത്തെ സിസ്റ്റം ഒന്ന് ശ്രദ്ധിച്ചോളാം. ഏറ്റവും കൂടുതൽ ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ടെക്നോളജിയെ കുറിച്ച് തിരിച്ചറിവുണ്ട്, മക്കളെ വളർത്താൻ അറിയത്തില്ല. അന്ന് സ്തോത്രം കാര്യമായിട്ടുള്ള ബുദ്ധിയില്ല, തിരിച്ചറിവില്ല, ടെക്നോളജിയിൽ ഒന്നും തന്നെയില്ല. പക്ഷെ മക്കളെ വളർത്താൻ അറിയാം. സ്ട്രിക്റ്റ് ഓർഡർ വെച്ചിട്ടുണ്ട്. ഒറ്റ വട്ട ഒപ്പം വിളിക്കും. സ്തോത്രം രണ്ടാമത്തെ വട്ടം വിളിക്കാൻ അനുവദിക്കരുത്. അനുവദിച്ച വടി സ്തോത്രം മുതുകത്ത് വീഴും.